ഗൈസ്, ഇന്നാണ് ഞാൻ ഇതുപോലൊരു റിയാക്ഷൻ വീഡിയോ ചെയ്തതാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഗൈസ്, നമ്മൾ തിന്നുന്ന ആഹാരം. നമ്മുടെ എടപ്പള്ളി ഇഫ്താർ ഹോട്ടൽ, ഞാൻ എൻ്റെ ഫ്രണ്ട്സ് എപ്പോഴും പോയി കഴിക്കുന്ന ഹോട്ടൽ, അവിടെ നിന്നാണ് ഇങ്ങനെ സംഭവം വന്നത്. വിശ്വസിക്കാൻ പറ്റിയില്ല. ഇഫ്താർ ഹോട്ടലിൽ നിന്ന് ഒരു ബിരിയാണിയും പിന്നെ കപ്സയും മേടിച്ചതാണ്. മയോണൈസിനകത്ത് പല്ലി, ഇതെന്നാലും പുഴുവായിരുന്നു. ഇപ്പോൾ പല്ലി, നാളെ പാറ്റയായാലോ. നമ്മൾ തിന്നേണ്ട ഭക്ഷണമല്ലേ ഇത്. എങ്ങനെ നമ്മൾ വിശ്വസിച്ച് കഴിക്കും? ഒരു ഹോട്ടലിൽ പോയി എങ്ങനെ നമ്മൾ വിശ്വസിച്ച് ഭക്ഷണം കഴിക്കും? അതാണ് എൻ്റെ ചോദ്യം. സത്യം പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ അത് കണ്ടപ്പോൾ റിയാക്ഷൻ ചെയ്യാൻ വിചാരിച്ചപ്പോൾ ഞാൻ ഈ ഹോട്ടലിൽ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഹോട്ടലിൽ നോക്കിയപ്പോൾ ഇഫ്താർ ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി. ഞാൻ മിക്കപ്പോഴും എടപ്പള്ളി പോകുന്ന സമയത്ത് ഇഫ്താർ ഹോട്ടലിൽ നിന്ന് കയറി ഞാൻ എൻ്റെ ഫ്രണ്ട്സും കഴിക്കും, അവിടെ കഴിക്കണതാണ്. അവിടുത്തെ ബിരിയാണി ഞാൻ ഫ്രണ്ട്സും മിക്കവാറും കഴിക്കുന്ന സംഭവമാണ്. ഇനി എങ്ങനെ അവിടെ കയറി കഴിക്കും? ഇനി പറ്റുമോ കഴിക്കാൻ? എനിക്കെന്നല്ല, ഇത് കണ്ടൊരാൾക്ക് അവിടെ കയറി കഴിക്കാൻ പറ്റുമെന്ന് എനിക്കറിയാൻ പാടില്ല. അങ്ങനെ കഴിക്കാൻ പറ്റുന്നവരുണ്ടാവും, എനിക്കറിയാൻ പാടില്ല. എന്നാൽ എനിക്കിനി അവിടെ കയറി കഴിക്കാൻ പറ്റില്ല. തിന്നുന്ന ആഹാരം. നമ്മുടെ ലോകം ഭക്ഷണത്തിലും താഴ്ന്നു വരുവാണ്. ഓരോരുത്തരുടെ കുറ്റം കൊണ്ട്, ഓരോരുത്തർ ചെയ്യുന്ന തെറ്റുകൊണ്ട്. അവർ ഈ വീഡിയോ പറയുന്നുണ്ട്, ആ സ്റ്റാഫിനെ പറഞ്ഞു കൊടുക്കുന്നു. സ്റ്റാഫിനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അത് അവർ നോക്കണ്ടേ. ഇപ്പോൾ ഇന്ന് ഈ ബാക്കി നാളെ വേറൊരാൾക്കാണെങ്കിലോ. അതുപോലെ ഫുഡ് ഇൻസ്പെക്ടേഴ്സിനെ വിളിച്ചപ്പോൾ ഇപ്പോൾ ഉടനെ എത്തിച്ചേരാൻ പറ്റില്ലെന്ന്. അവരുടെ അവരുടെ ഫാമിലി ആയിട്ടൊരു ഹോട്ടലിൽ പോയിട്ട് ഇതുപോലെ കഴിക്കുവാണെങ്കിലോ അന്നേരം അവരുടെ ഓഫീസൊക്കെ നേരെ വിളിച്ച് എത്തിക്കാൻ പറയുമല്ലോ. ഇത് വേറൊരാളായതുകൊണ്ടാണ് ഇപ്പോൾ എത്താൻ പറ്റില്ലെന്നൊക്കെ പറയണത്. നല്ല ഇൻസ്പെക്ടർ, ഫുഡ് ഇൻസ്പെക്ടേഴ്സ്, സെല്യൂട്ട്. ഇങ്ങനെ തന്നെ ചെയ്യണം. ബിഗ് സെല്യൂട്ട്. എന്തായാലും കൊള്ളാം. ഇനി എടപ്പള്ളി ഇഫ്താറിൽ ഞാൻ കയറില്ല, നിങ്ങൾ കയറുമോ? പറ.